ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലാട്ടോ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്ന ഒരു ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളുടെ ബ്ലാങ്കറ്റൊക്കെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി മടക്കി വെക്കുവാണ്. ഹൈസൂട്ട് ഈ സമയത്ത് അത്തത്താ വന്ന് കൊണ്ടുപോയി കേട്ടോ. മെളി വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ടോയ്സൊക്കെ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് ഞാനൊരു റാക്കിൽ അടുക്കി പെറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ടേബിളിൻ്റെ മണ്ടയിലിരിക്കുമായിരുന്നു. ടിന്നൊക്കെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം. അതുകൊണ്ട് മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഞാനും അമ്മച്ചിയുടെ പ്രധാന പരിപാടി ഇതാണ്. തുണിയെല്ലാം വിരിച്ച് വൃത്തിയാക്കി ഇടുക കേട്ടോ, ഒന്നും ഉണങ്ങി കിട്ടാൻ വേണ്ടി. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് കിച്ചൺ ടാക്ക് ഒന്ന് അടുക്കി പിറക്കുവാണ്. എല്ലാം ടിണ്ണും കാര്യങ്ങളും എല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക. നമ്മൾ ഈ തോടിൻ്റെ ഇറമ്പിലായതുകൊണ്ട് എപ്പോഴും ഇവിടെ ഈർപ്പമായിട്ടിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തന്നെ സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞൊടിയിടി നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഒരു തുള്ളി വിനാഗിരി മതി കണ്ടോ, ഞാൻ നല്ല സെറ്റപ്പ് ആക്കി എടുത്തില്ലേ. പിന്നെ പെട്ടെന്ന് ഞാൻ വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോവാം മഴ തോർന്നുന്ന സമയത്ത്. എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് തോടും കിണറും കൂടെ ഉള്ള ഈ സ്ഥലം കേട്ടോ. അണ്ണച്ചി വന്നപ്പോൾ ഞങ്ങൾ പകുതി സമയവും ഇവിടെ വന്ന് അലക്കുകയും തോട്ടി വന്ന് അലക്കുകയും കുറേ നേരം ഇവിടെ ഇരിക്കും കേട്ടോ. വെള്ളമൊക്കെ കോരിയിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഈ കയ്യിലെടുത്തേക്കുന്നത് അനിൽ ചക്കപ്പഴം കേട്ടോ. പക്ഷെ അത് അഴുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ ഐസോണിൻ്റെ കൂട്ടുകാരി ഓടിപ്പോകുന്നത് കണ്ടോ, കോഴിക്കുഞ്ഞ്. അങ്ങനെ തന്നെ ഈ കാന്താരിക്കൊല്ലയിൽ കേട്ടോ ഞാൻ പിച്ചെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേഗം ഓടി വന്ന് തൂത്ത് തുടച്ച് അങ്ങനെ ഫൈനലി കുളിച്ച് സെറ്റായി ഒരു കപ്പ് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കേ.